ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. നമ്മൾ പണ്ടെടുത്തൊരു പടമുണ്ട്. അത് 2000-ൽ ഗ്ലാഡിയേറ്റർ. മാക്സിമസ് അവസാനം റോമിലെ കൊളോസിയത്തിൽ വെച്ചിട്ട് എന്താ പറയുന്നത്, ചോര വാർന്ന് മരിച്ചൊരു സീനുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ച അന്ന് അവിടെ കഥ തീർന്നതാണ്. അപ്പം ഇന്നിപ്പോൾ 24 കൊല്ലത്തിന് ശേഷം ആ സിനിമയുടെ 2ാം പാർട്ട് വന്നിരിക്കുകയാണ്. അതായത് മാക്സിമസിൻ്റെ മകൻ്റെ കഥയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം കഥയിലേക്ക് കിടക്കാം. അപ്പോൾ കഥ തുടങ്ങുന്നത് കാണിക്കുന്നത് വെച്ചാൽ ലൂഷ്യസും അവൻ്റെ വൈഫ് ആരിഹത്തും അവർ ആഫ്രിക്കയിലൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അത് രാജ്യത്ത് താമസിക്കുന്നത് വളരെ സുഖമായിട്ട് പോകുന്ന ജീവിതമാണ്. അപ്പോൾ അവിടേക്കാണ് ഈ അക്കാസിയസിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട ഇരച്ചു കയറി ആ നാട് മൊത്തം നശിപ്പിക്കുന്നത്. ഓക്കെ, ഒരു വാറ് പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധത്തിൽ അരിഹത്ത്, അതായത് ലൂഷ്യസിൻ്റെ വൈഫ്, മരിക്കും. അങ്ങനെ ആ യുദ്ധത്തിൽ അവരവിടെ നിന്ന് ലൂഷ്യസിനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പടയാളികളെയും പിടിച്ചു കെട്ടി ബന്ദികളാക്കി റോമിലേക്ക് കൊണ്ടുപോകും. അപ്പം അക്കാസിയസിൻ്റെ പണി, അതായത് അദ്ദേഹം ഒരു റോമിലെ ജനറൽ ആണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ദികളാക്കുന്ന ബാർബറിയൻസിനെയും തടവുകാരെയെല്ലാം നേരെ കൊണ്ടുപോയിട്ട് അരീനയിലേക്ക് ഇറക്കി വിടും. അപ്പം അരീന എന്താണെന്ന് അറിയാമല്ലോ. അതായത് ഈ റോമിൽ നടക്കുന്ന വലിയ വലിയ ഗ്ലാഡിയേഴ്സൊക്കെ അവിടെ നിന്നിട്ട് യുദ്ധം ചെയ്യുന്നു, തമ്മിൽ അടി കൂടുന്നു, മരിക്കുന്നു. ഒരാൾ മരിക്കും, ഒരാൾ ജയിക്കും. ഓക്കെ, അപ്പം ഇവരാദ്യമേ കൊണ്ട് അരീനിലേക്ക് ഓപ്പണാക്കി ഇറക്കി വിടും. അപ്പം ഇവർ നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ല, അവിടെ കുറേ നാൾ ബന്ദികളാക്കി വെച്ചിരുന്ന പട്ടിണി കിട്ട കുറച്ച് മനുഷ്യഭോജികളായ കുരങ്ങന്മാരാണ്. ഓക്കെ, അവരുടെ അടുത്തേക്കാണ് ഇവരിറക്കിടുന്നത്. അപ്പം കുറച്ചുപേരെ ആക്രമിക്കുന്നു, കുറച്ചുപേരെ കൊല്ലും. പക്ഷേ അറ്റ് ലാസ്റ്റ് ലൂഷ്യസ് ഇവരെ കുരങ്ങന്മാരെ കൊല്ലും. അപ്പോൾ ഇത് കണ്ട് കാണികളൊക്കെ വലിയ ഫാൻസായി ഇവർക്ക്. ഓക്കെ, അപ്പം ഇത്രയും ഇത്രയും ബിൽഡപ്പ് കൊടുത്തും ലൂഷ്യസിനെ കാണിക്കുമ്പോഴത്തേക്കും നല്ലൊരു യോദ്ധാവാണെന്ന് ആൾക്കാർ മനസ്സിലാവും. അപ്പം ലൂഷ്യസിനെ അവിടുത്തെ മാക്രിമസ്, ഞാൻ ആദ്യം പറഞ്ഞ കച്ചവടക്കാരനായ ഒരു വിഷം, ഇദ്ദേഹം ലൂഷ്യസിനെ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ കൊണ്ടുപോയിട്ട് അവിടെ ട്രെയിൻ ചെയ്യും. അതായത് ഇദ്ദേഹത്തിന് ഗ്ലാഡിയേറ്റേഴ്സിനെ വളർത്തിയെടുക്കുകയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പണി. അപ്പം അടുത്തൊരു അരീനയിൽ ഇറക്കാൻ വേണ്ടി ഗ്ലാഡിയേഴ്സിനെ വാർത്തെടുക്കാനായിട്ട് ഇയാൾ ലൂഷ്യസിനെ കൊണ്ടുപോകുന്നു. ലൂഷ്യസിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പം ലൂഷ്യസിൻ്റെ ഒരു ആ ഒരു പോരാട്ട വീര്യവും ഒരു കണ്ണിലെ ഒരു പകയെ കണ്ടിട്ട് മാക്രിമസ് ചോദിക്കും, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ഓക്കെ, എന്ത് സമ്മാനമായിട്ട് വേണം? അപ്പോൾ ലൂഷ്യസ് പറയും, എൻ്റെ വൈഫിനെ കൊന്ന് അക്കാസിയസിൻ്റെ തലയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ മാക്രിമസ് പറയും അവനോട്, നീ അരീനയിൽ എല്ലാം എനിക്ക് ജയിച്ചു കാണിക്കൂ, നിനക്ക് ഞാൻ അക്കാസിയസിൻ്റെ തല നനയ്ക്കാൻ തരാമെന്ന്. ഓക്കെ, അപ്പം ഇറക്കുന്ന അരീനയിലെല്ലാം ലൂഷ്യസ് ജയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ ഫുള്ള് റോം രാജ്യം മൊത്തം ഉണ്ട്. അതാലോചിക്കണം, ഈ കൊളോസിയസിൽ വന്നിട്ട് റോമിൽ എല്ലാ രാജാക്കന്മാരുണ്ട്, സെനറ്റ്സ് ഉണ്ട്. ഇവരെല്ലാവരും മുമ്പിൽ വെച്ചാണ് ലൂഷ്യസ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ലൂഷ്യസ് അവിടുത്തെ ഒരു ഫാൻ ബോയ് ആയി മാറിക്കഴിഞ്ഞു. കാരണം ഫസ്റ്റ് ഫൈറ്റ്, അതായത് റൈനോയുടെ മുകളിൽ ഒരു വാരിയർ വരും. ലൂഷ്യസ് റൈനോയും കൊല്ലും, വാരിയറേയും കൊല്ലും. രണ്ടാമത്തെ കടൽ പോലത്തെ, അതായത് ഈ കൊളോസിയത്തിനുള്ളിൽ വെള്ളം നിറച്ചിട്ട് അതിൽ 2 കപ്പലുകളിൽ ഗ്ലാഡിയേറ്റേഴ്സിനെ കയറ്റി വിടുന്നു. ഒന്ന് AB ആ ടൈപ്പ്. അപ്പം അതിൽ ലൂഷ്യസിൻ്റെ പാർട്ടി ആയിരിക്കും. മറ്റൊരു അരീനയിലെ ഇൻസിഡൻറ്റ് സെയിം ലൂഷ്യസ് തന്നെ ആയിരിക്കും. അപ്പം ഇത് കാണികളുടെ ഇടയിൽ ലൂഷ്യസിൻ്റെ അമ്മ, ഓക്കെ, പുള്ളിക്കാരിയുണ്ട്. അപ്പം ലൂഷ്യസിൻ്റെ ഈ ടാക്ടിക്സും ഫൈറ്റും കണ്ട് പുള്ളിക്കൊരു സംശയം, ഇത് എൻ്റെ മകൻ തന്നെ അല്ലേ? അതായത് 16 കൊല്ലം മുമ്പ് ഞാൻ നാട് കടത്തിവിട്ട് എൻ്റെ മകനല്ലേ ഇതെന്നുള്ള ഡൗട്ട് പുള്ളിക്കാരി വരും. അങ്ങനെ ഈ ലൂസിലി എന്ത് ചെയ്യും, തടവുകാരെ പാർപ്പിക്കുന്ന, അതായത് ഈ ബാർബറൻസിന് തടവ് പാർപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇയാളെ കാണും. എന്നിട്ട് പറയും, നീ എൻ്റെ മകനല്ലേ, നിന്നെയല്ല ഞാൻ 16 കൊല്ലം മുമ്പ് നാട് കടത്തി വിട്ടത്, നീ തിരിച്ചു വരുന്ന എനിക്കറിയാം, റോമിന് വേണ്ടി നീ വന്നല്ലോ. അപ്പം അന്ന് നാട് കടത്തി വിട്ട ആ ദേഷ്യത്തിലേക്കാണ് ലൂഷ്യസ്. അവൻ പറയും, ഇറങ്ങിപ്പോണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം, നിങ്ങൾ എനിക്ക് അമ്മയല്ല, അതല്ല, ഇതെല്ലാം പറഞ്ഞിട്ട് അവനെ പുറത്താക്കി വിടും. ലൂസിയ ഈ കാര്യം അക്കാസിയസിനോട് പറയും. ഇത് ആരറിയും? അവിടുത്തെ വേലക്കാരി അറിയും. വേലക്കാരി ഈ കാര്യം മാക്രിമസിനോട് പറയും. ഓക്കെ,
അപ്പോൾ മാക്രിമസിന്റെ പ്ലാൻ എന്താ? ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതായത് റോമിനെ തകർക്കാൻ മാത്രം ഉദ്ദേശമേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ മാക്രിമസ് ഇത് ന്യൂസ് അറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് വയ്ക്കും മനസ്സിൽ. അതായത് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഇട്ട് പണിയാവുന്ന രീതിയിൽ മനസ്സിൽ വയ്ക്കും. ഓക്കെ. അപ്പം ഓൾറെഡി അഗാസിയസും ഈ ലൂസിലെയും ഈ റോമിലെ ഇരട്ട സഹോദരന്മാർ ഭരണാധികൾ കൊണ്ട് ഫെഡപ്പാണ്. കാരണം ഇതല്ല ശരിക്കും ഇവര് ആഗ്രഹിച്ച റോം ഇതല്ല. അതായത് ഈ ഇരട്ടപ്പിള്ളേരുടെ സ്വഭാവം എന്ന് വെച്ചാൽ റോമിനെ ചോരക്കളി കൊണ്ട് കഴിയുക, ഇതാണ് അവന്മാരുടെ ബിസിനസ്. അപ്പം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കണം അക്കാസിയസും ലൂസിലെയും. അതായത് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്യും. അതായത് ഇന്നൊരു ദിവസം രാത്രി പോയിട്ട് ഈ രണ്ടവന്മാർ തട്ടിയിട്ട് റോമിന്റെ ഭരണം തിരിച്ചെടുത്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന ഇവരുടെ വീട്ടിൽ തന്നെ ഒരു ജോലിക്കാരുണ്ട്. ഇത് മാക്രിമസിന്റെ സഹായിയാണ്. ഈ പുള്ളിക്കാരി ഈ കാര്യം, അതായത് ഇന്നേ ദിവസം രാത്രി ഇവർ വരുന്നുണ്ട്, കരുതിയിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഈ ന്യൂസ് മാക്രിമസ് അറിയുന്നു. മാക്രിമസ് നേരെ പോയിട്ട് കൊട്ടാരത്തിൽ അറിയിക്കുന്നു. അപ്പം കൊട്ടാരത്തിൽ നിന്ന് ഓൾറെഡി സോൾജേഴ്സ് പോയിട്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ഇവർ വരുന്നു, ഇവർ അറ്റാക്ക് ചെയ്യുന്നു, അഗാസിയസിന് തടവിലാക്കുന്നു. അഗാസിയസിനെ ലൂസിലെയും പിടിച്ചുകൊണ്ട് പോയിട്ട് അഗാസിയസിനെ രാജ്യദ്രോഹിയായിട്ട് മുദ്രവെത്തും. ഓക്കെ. അപ്പം ഇനി തൊട്ടെല്ലാം വൻ ട്വിസ്റ്റുകളുടെ മേളമാണ്. അതായത് കഥ ഫുള്ള് വഴിത്തിരിയാൻ പോവുകയാണ്. അപ്പം അഗാസിയസിനെ അവര് ബന്ദിയാക്കിയിട്ട് അടുത്ത ദിവസം അരീനയിൽ, അതായത് അഗാസിയസിനെതിരായിട്ട് ലൂഷ്യസിനെ അവർ വെക്കുന്നു. അപ്പം ലൂഷ്യസ് ഓൾറെഡി ഇയാളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ. അപ്പം ഈ ഒരു അരീനയിൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സിൽ വെച്ചിട്ട് അഗാസിയസ് ലൂഷ്യസ് മുമ്പിൽ കീഴടങ്ങും. എന്നിട്ട് ഈ കാര്യം പറയും, എനിക്ക് നിന്നോട് യാതൊരു വൈരാഗ്യമില്ല, എല്ലാം ഈ റോമിലെ ഭരണാധികാരികളുടെ വാക്കിന് എന്താ പറയുക, വാക്കനുസരിച്ചാണ് ഇത്രയും ചെയ്തത്, നിനക്ക് എന്നെ കൊല്ലാം. അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് നിൽക്കുമ്പോൾ മാക്രിമസ് ഇതിനിടയിലൂടെ പോയിട്ട് നമ്മുടെ ഇരട്ട സഹോദരന്മാരെ മൂട്ടിമാറ്റിയിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആജ്ഞ ചെയ്യും. അങ്ങനെ ഇയാളെ അമ്പ് ചെയ്ത് കൊല്ലുകയാണ് അവിടെ വെച്ചിട്ട്. അഗാസിയസ് അവിടെ വെച്ച് മരിക്കും. ഓക്കെ. അപ്പം അഗാസിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിലെ ഒരു വലിയ ജനറലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാൻ ബേസ് ആൻഡ് പബ്ലിക് സപ്പോർട്ടുണ്ട്. അപ്പം അഗാസിയസിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ റോമിൽ വൻ വിപ്ലവം ഉണ്ടാക്കി. അതായത് നമ്മൾ പ്രൊട്ടസ്റ്റ്, റോമിലെ ഫുൾ ജനത കൊട്ടാരത്തിലേക്ക് ഇരച്ച് കയറുന്ന രീതിയിൽ ഫുൾ പ്രൊട്ടസ്റ്റ്, ആക്രമണം അയച്ചു വിടുന്നു. അപ്പം ഇതിന് എന്തായാലും മറുപടി നമ്മുടെ രാജാക്കന്മാർ പറഞ്ഞേ പറ്റൂ. ഓക്കെ. അപ്പം ഈ ഒരു അവസരത്തിൽ മാക്രിമസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടാരത്തിൽ ഇത്രയും പ്രശ്നം പുറത്ത് നടക്കുമ്പോൾ മാക്രിമസ് കൊട്ടാരത്തിൽ പോയിട്ട് ഈ രണ്ട് ഇരട്ട സഹോദരന്മാർ തമ്മിൽ തെറ്റിക്കും. ഓക്കെ. തമ്മിൽ തെറ്റിച്ചിട്ട് ഒരാളെ കൊല്ലും എന്ന രീതിയിലാക്കിയിട്ട് മാക്രിമസ് തന്നെ ഒരാളെ കൊല്ലുന്നു. അയാളെ കഴുത്തറുത്ത് മാറ്റിയിട്ട് അടുത്ത ദിവസം സെനറ്റിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നു. അതായത് ഇവൻ കാരണമാണല്ലോ അഗാസിയസ് മരണപ്പെട്ടത്, അതുകൊണ്ട് ഇവൻ്റെ തലയെ അറുത്ത് വെച്ചിരുന്നു. പുതിയ സെനറ്റിനെ തീരുമാനിക്കുന്നു, പുതിയ ഭരണാധികാരി തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തമെല്ലാം എടുക്കുന്നു. അങ്ങനെ രാജസന്നിധിയിലോട്ട് മാക്രിമസിനൊരു പദവി കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇനിയുണ്ടല്ലോ ബാക്കി ലൂസിലേക്ക് വരണം. അതും മാക്രിമസിന്റെ അടുത്ത പ്ലാൻ. അടുത്ത അരീനയിൽ ലൂഷ്യസുമായിട്ടൊരു ഫൈറ്റ് വയ്ക്കുന്നു. ലൂഷ്യസ് തോറ്റു കഴിഞ്ഞാൽ ലൂസിലെ വധിക്കണം, ജയിച്ചു കഴിഞ്ഞാൽ വധിക്കും. അപ്പം ഇതാണ് പ്ലാൻ. അങ്ങനെ അവർ ലൂസിലെ ഒരു രഥത്തിൽ കയറ്റിയിട്ട് നേരെ അരീനയെ വിടുന്നു. ആ രഥത്തിന് ചുറ്റും സെനറ്റിലെ പ്രധാന ആൾക്കാരുണ്ട്, അവർക്കൊരു സോൾജേഴ്സ് ഉണ്ട്. അവർക്ക് നടുവിലാണ് ആ സോൾജേഴ്സുമായിട്ട് നമ്മുടെ ലൂഷ്യസും അവൻ്റെ ആൾക്കാരും ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെല്ലാം മുന്നേ വെച്ച് തന്നെ വേറൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് സെല്ലിൽ ലൂഷ്യസ് കിടക്കുമ്പോൾ തന്നെ അക്കാസിയസിന് അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. ഓക്കെ. അദ്ദേഹം വളരെ വിശ്വസ്തനാണ്. അദ്ദേഹത്തിനോട് ലൂഷ്യസ് കാര്യങ്ങളെല്ലാം പറയും. അതായത് താൻ റോമിൻ്റെ പ്രിൻസ് ആണെന്നും, ഓക്കെ, താൻ നാടിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള മെസ്സേജ് ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അക്കാസിയസിന് റിങ്, അന്ന് അരീനയിൽ അഗാസിയസ് മരിക്കുമ്പോൾ കിട്ടുന്ന റിങ്, അതെന്താ എന്ത് ചെയ്യുമോ ഈ ഡോക്ടറിന് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന അരീനയിൽ, അതായത് ലൂസിലേക്ക് വധിക്കാൻ വേണ്ടിയുള്ള അരീനയിൽ എന്തുവായാലും യുദ്ധം നടക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുറത്തു പോയിട്ട് നാട്ടുരാജാക്കന്മാരെല്ലാം കൂട്ടി വന്നിട്ട് പറയണം, പ്രിൻസായ ലൂഷ്യസ് പറഞ്ഞ മെസ്സേജാണ് റോമിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം വരണമെന്നുള്ള കാര്യം. അപ്പം പ്രസന്റ് ഡേയിൽ അരേനയിൽ എന്താ പറയുന്നത് നടക്കുകയാണ്. ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള അടിപൊളി അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾറെഡി അവിടുന്ന് പട വരുന്നുണ്ട്. അപ്പം ഈ റോമൻ സോൾജേഴ്സിനെല്ലാം ഇവരെല്ലാം അടിച്ച് നിരപ്പാക്കുന്നുണ്ട്.
അപ്പോൾ ഇയാളെ മാക്രിമസ് എന്ത് പറ്റും? മാക്രിമസ് അവിടെ നമ്മുടെ കാണികളായിട്ടിരിക്കുന്ന കൂട്ടത്തിലുള്ള രാജാവിനെ നൈസായിട്ട് തട്ടിയിട്ട് ഒരു അമ്പ് എടുത്ത് നേരെ ലൂസിലേക്ക് കൊല്ലും. അമ്പ് നേരെ നെഞ്ചത്ത് തിളച്ച് ലൂസിലെ മരിക്കുന്നു. ഇത് ലൂഷ്യസ് കാണും. ലൂഷ്യസ് എന്ത് ചെയ്യും? ഈ ലൂഷ്യസ് നേരെ മാക്രിമസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ മാക്രിമസ് അവിടെ കുതിരെടുത്ത് സ്ഥലം വിടും. പിറകെ വെച്ച് പിടിക്കും. പിറകെ വെച്ച് പിടിച്ചിട്ട് എന്താ, അപ്പോൾ ഓൾറെഡി റോമൻ്റെ കവാടം കഴിഞ്ഞ് പുറത്തെത്തും. അപ്പം നാട്ടുരാജാക്കന്മാരെല്ലാം തമ്പടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. അയാളെ വെള്ളത്തിയിട്ട് അയാളെ കൈയും കാലും തലയൊക്കെ വെട്ടിക്കളയും. എന്നിട്ട് ലൂഷ്യസ് അവിടെ നിന്ന് പ്രഖ്യാപിക്കും, അതായത് എൻ്റെ അച്ഛൻ മാക്സിമം സ്വപ്നം കണ്ട രാജ്യം എന്ന് പറഞ്ഞാൽ ചോര തെറിക്കാത്ത, അതായത് മണ്ണിൽ ചോര വീഴ്ത്താത്ത ഒരു റോമൻ രാജ്യം. അതാണ് അദ്ദേഹം അച്ഛൻ മനസ്സിൽ കണ്ടത്. ആ റോമൻ രാജ്യത്തിന് വേണ്ടി നമുക്കെല്ലാം ഒത്തുചേർന്ന് നിൽക്കാം. നിങ്ങളുടെ എൻ്റെ കൂടെ നിൽക്കൂ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ. അപ്പോൾ ഇത് കേട്ട് റോമൻ സൈന്യം തിരമ്പുവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്. അവിടെ കൊണ്ട് അവർ മൂവി വൈൻഡപ്പ് ചെയ്യാണ്. ഒടുവിൽ നേരെ കാണിക്കുന്നത് കൊളോസിയത്തിൽ പോയിട്ട് അവിടുത്തെ, അതായത് ലൂസിൽ അമ്പേറ്റ് മരിച്ച രഥത്തിൽ പോയിട്ട് ആളിങ്ങനെ നോക്കി തൊട്ട് നിൽക്കുന്നതാണ്. അച്ഛനും അമ്മയും ഒരേ അരേനയിൽ മരിച്ചതിൻ്റെ അവിടെ നിൽക്കുന്നൊരു എൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാഡിയേറ്റർ. അത് 24 വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് പാർട്ട് ഇറക്കി ഒരു മൂവിക്ക് ഗുഡ് എൻഡിങ് കൊടുത്തിരിക്കുകയാണ്. ഫൈനലി ആർക്കാണോ റോമൻ രാജ്യം കിട്ടേണ്ടത് അവരുടെ കയ്യിൽ തന്നെ റോമൻ രാജ്യം വന്ന് എത്തുന്നൊരു സ്ഥിതിയാണിത്. ഓക്കെ, നല്ല മൂവിയാണ്. വളരെ നല്ല 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 മേക്കിംഗ് ആണ് സിനിമ. അപ്പം 2.5 മണിക്കൂർ ബോറടിക്കാതെ സൂപ്പർ.